ഇങ്ങനല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ 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 സുഹൃത്തേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ആൻഡ് യു ആർ വാച്ചിങ് ദ ഗ്രേറ്റ് അഞ്ജന ബാല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കോളേജിൻ്റെ കുറേ ഇല്ല, ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ദിവസത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് പക്ഷേ ആരുമായിട്ടും എനിക്ക് അങ്ങനെ ഒരു കമ്പനി ഇല്ലായിരുന്നു. ആദ്യത്തെ ദിവസമല്ല, നമ്മൾ ആരുമായിട്ടും പരിചയപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് ഈ ക്ലാസ്സിലെ എല്ലാവരെയും അറിയാം. എല്ലാവർക്കും എന്നെ അറിയത്തില്ലെങ്കിലും എനിക്കെല്ലാവരെയും അറിയാം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ കോളേജിലെ കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പം ഇന്ന് കുറച്ചുകൂടെ ഞാൻ ഫ്രീ ആണ്. അന്ന് എനിക്ക് കോളേജിൽ ആരും അറിയില്ല. പുതിയ കോളേജ്, പുതിയ ആൾക്കാർ, വഴക്ക് പറയും, അതൊക്കെ പേടിയായിരുന്നു എനിക്ക്. പക്ഷെ ഇന്ന് എനിക്ക് ആ പേടിയില്ല. ഇന്ന് എനിക്ക് എല്ലാവരോടും സമ്പർക്കമുണ്ട്. അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുകയാണ് കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരുങ്ങണം. ഇന്ന് രാവിലെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ എണീറ്റ് തലയൊക്കെ നനച്ചിട്ട് ഇരുന്നതാണ്. ഡെഡിക്കേഷൻ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഓരോ ഡ്രസ്സുകളും പലരുടെയുമാണ്. എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ആണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്, കാണാൻ പറ്റുക. സ്ക്വാലിൻ അൾട്രാ മാറ്റ് സൺസ്ക്രീൻ പിൽഗ്രിമിൻ്റെ. ഇതൊരു ഓഫർ വന്നപ്പം ഞാൻ മേടിച്ചതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ പലരെയും കാണും, പല ശബ്ദങ്ങളും കേൾക്കും. മൈൻഡ് ആക്കണ്ട കേട്ടോ, ഇതുപോലെ തന്നെ. നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പോകുമെന്നൊരു വിശ്വാസം. എല്ലാവരും കോളേജിൽ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുറകിൽ ആളും ശബ്ദവും എല്ലാം ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് എടുത്തിട്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലിപ്സ്റ്റിക് കൂടി ഇടാം. എല്ലാം നമ്മളിങ്ങനെ ഊറ്റി എടുക്കണം. ഇനി നമുക്ക് കമ്മലിടാം. ആദ്യം കമ്മലിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കുള്ളതല്ല എന്ന വിവരം ഞാൻ സദയം അറിയിച്ചുകൊള്ളു. ഇതൊക്കെ കോളേജിൽ തന്നെയാണോടി പോകുന്നത് എന്ന് ചോദിക്കാൻ വരുന്നതിന് മുന്നേ, അയ്യോ ഇത് രണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കമ്മല് മാറിപ്പോയി, രണ്ട് കമ്മലായി പോയി. ഇപ്പൊ നമ്മൾ ശരിയാക്കും. ഇപ്പൊ വന്ന് കമ്മല്. ഇനി നമുക്ക് മുടി കെട്ടണം. ഓക്കെ, മുടി കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കോളേജിൽ പോവാൻ ഇറങ്ങാം. ഇതാണ് നിങ്ങളുടെ ഹോസ്റ്റൽ. എനിക്ക് ID കാർഡ് ഉണ്ട്, പക്ഷെ അവർക്ക് ID കാർഡ് ഇല്ല. ഇതിൻ്റെ കൂടെ ID കാർഡ് ചെയ്തില്ല, ബാഗിലുണ്ട്. ഞാനേ കോളേജിലെ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് ID കാർഡ് ഉണ്ട്. നല്ല പിള്ളേർക്ക് കോളേജ്. ഈ നല്ല കുട്ടി ഒരു ദിവസം ലാബ് എക്സാമിന് ID കാർഡ് ഇട്ടില്ല കേട്ടോ. ഇലക്ട്രിക്കൽ ലാബ് എക്സാമിന് ശ്രീരാം സാറിന് അയ്യോ സാറേ ഓർമ്മയില്ല. ആ നല്ല പിള്ളേർക്ക് ചില സമയത്തൊക്കെ മറവി വരും. മറവി ഇന്ന എനിക്ക് അറിഞ്ഞുകൊണ്ടിടാതിരിക്കും ഫാഷൻ കാണിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ID കാർഡ് ഇടാത്ത എൻ്റെ സുഹൃത്താണ് ഇത്. അത് അറിയാണ്ടിട്ടതാണോ അറിഞ്ഞുകൊണ്ടിട്ടതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം.
പറയാനില്ലേ? അതും ബാഗിൽ പോലും ഇട്ടിട്ടില്ല ഇവള് ബാഗിൽ പോലും ഇടാതെ ഹോസ്റ്റലിൽ വെച്ച് വന്നവളാ. അത് അറിഞ്ഞോണ്ടല്ല, അറിയാണ്ട്. മറവികൾ ആർക്കും പറ്റും കേട്ടോ. ഇതെന്താ ഇതിപ്പോ നമുക്ക് അവിടുന്ന് നമ്മുടെ സൗണ്ട് നല്ല രീതിയിൽ കാണും ബാക്ക്ഗ്രൗണ്ടിൽ. കാരണം ഞങ്ങൾ റോഡിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പൊ വെസ്റ്റീൽ എന്തായിരുന്നു വെസ്റ്റീൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വന്ന് നമ്മൾ കോളേജിലോട്ട് ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. This is our college. അയ്യോ നമ്മളങ്ങനെ കോളേജ് എത്തി ഗായ്സ്. This is our college. ഈ സ്റ്റെപ്പുകൾ നമ്മൾ കയറി അതാണ് ഞങ്ങളുടെ ആ മുകളിൽ കാണുന്നത്. അത് ഗൈസ് നമ്മളുടെ ക്ലാസ് കണ്ടോ. ക്ലാസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. എല്ലാവരും ഹോംവർക്ക് ചെയ്യാണ്. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം ചെയ്തു. നല്ല സൗണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും. എന്റെ യൂട്യൂബിൽ നിന്ന് വീഡിയോ വരുമല്ലോ, ടിക്ക ലോങ് വീഡിയോ. ശിവപ്രസാദ് കണ്ട കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പറയൂട്ടോ അതുപോലെ. ഞങ്ങള് ഫ്രണ്ട് ബെഞ്ച് ബുജ്ജി ടീംസാ അല്ലേ? വീഡിയോ എടുക്കാനായിരിക്കും. നമ്മൾക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട് ഗൈസ്. നമ്മൾ മീറ്റിങ്ങിന് പോവാണ്. Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next day, laughing, having fun. മീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കറക്റ്റ് ടൈം വന്നതാണ്. അല്ല, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കാളി ഫുഡ് എടുത്തില്ല. കാളി എടുക്ക്. അടിപൊളി ദോശ കേട്ടാ. ഓക്കെ, ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുകയാണ്. കാരണം ഫുഡ് കഴിക്കുന്നതിന് നല്ല ബഹളമുണ്ട്. പലർക്കും ചിലപ്പോൾ ഇത് വൃത്തികേടായി നാണക്കേടായൊക്കെ തോന്നാം. ആദ്യം തന്നെ അങ്ങനെയുള്ളവരോട് പറയട്ടെ, ഇവിടെ സ്കിപ്പ് അടിച്ച് പോയിക്കോ, കുഴപ്പമില്ല. കാരണം ഇവിടെ വന്ന ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫുഡ് അത്രയ്ക്കും നല്ലതല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവരുടെ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും അല്ല, ആരെയും നിർബന്ധിച്ചിട്ടും അല്ല, കുറച്ച് പേര്, താല്പര്യമുള്ള കുറച്ച് പേര് ഇങ്ങനെ എല്ലാവരോടും വട്ടം കൂടിയിരിക്കും. എന്നിട്ട് കൊണ്ടുവരുന്ന ചോറൊക്കെ ഒരു ഇലയ്ക്കകത്ത് തട്ടിയിട്ട് എല്ലാവരും കൂടെ അതിൽ നിന്ന് വാരി കഴിക്കും. അതിൽ ഡേ സ്കോളേഴ്സ് ഉണ്ട്, ഹോസ്റ്റലേഴ്സ് ഉണ്ട്. പലർക്കും നെഗറ്റീവായിട്ടൊക്കെ തോന്നാം. ഇത് അനുഭവിച്ചിട്ടുള്ളവർ പലരും കാണും. എന്നിരുന്നാൽ പോലും എല്ലാവരുടെയും ഫുഡ് ഒരിലയിൽ തട്ടി എല്ലാവരും കൂടെ അതിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞു എന്റെ യൂട്യൂബിനെ കാളി അപമാനിച്ചു. എന്റെ യൂട്യൂബില് വ്യൂസ് ഉണ്ടാവത്തില്ല, പൈസ കിട്ടത്തില്ല, മോണിറ്റൈസ് ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ് കാളി അപമാനിച്ചു. കണ്ടോ കാളി, കണ്ടോ
ഞാൻ മോണിറ്റൈസ് ആക്കും കേട്ടോ. മോണിറ്റൈസ് ആക്കിയിട്ട് ഇവന്മാർക്ക് എല്ലാവർക്കും മന്തി മേടിച്ചു കൊടുക്കും. നിനക്കില്ല പറഞ്ഞു. ഇവനാണെങ്കിൽ ഇവൻ പറയാണ് ഈ കാളിയുടെ കൂടെ കാളി എന്തൊക്കെയോ എന്നെ യൂട്യൂബിനെ പറ്റി പറഞ്ഞപ്പോ ചിരിച്ചവനാണ് ഇവന് എന്തിന് എനിക്ക് വേണ്ടി എന്നെ ആൾക്കാർ കളിയാക്കുമ്പോ ചിരിക്കണോ? വേണ്ട. എന്നെ അവൻ പറഞ്ഞതിന് എന്നെ ചിരി സപ്പോർട്ട് ചെയ്തു. എന്നെ അവൻ പറഞ്ഞതിന് ചിരി സപ്പോർട്ട് ചെയ്തു. ട്രൂ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ചിരിച്ചല്ല വേറെ ആൾക്കാർ നമ്മളെ ഊക്കുമ്പം ആ ഊക്കുകളെ നമ്മളെ ഏൽക്കാതെ ഇങ്ങനെ തടഞ്ഞു നിർത്തണം. ഇത് കഴിഞ്ഞ ദിവസം നിന്നെ അവർ ഊക്കിയപ്പോ ഞാൻ എന്താ പറഞ്ഞത്? റോഷയില് കൊല്ലംകാരനാ, റോഷയില് ഞങ്ങളുടെ നാട്ടിൽ അവന് ഊക്കിയ ഞാൻ നല്ലത് പറയുന്നു പറഞ്ഞില്ലേ? അവൾ ഊക്കി, അവളെ പോട്ടെ, ഊക്കുന്നത് പോട്ടെ, അവളെന്റെ കുട്ടനാണ്. പക്ഷെ നിങ്ങൾ ഊക്കുന്നത് അങ്ങനല്ല. രണ്ടിനെയും തമ്മിൽ തെറ്റിക്കാൻ നിങ്ങളാരും നോക്കണ്ട കേട്ടോടാ കള്ളക്കൂട്ടങ്ങളെ. ഈ റോഷയിലാണ് മെയിൻ. നമ്മൾ ഫുഡ് കഴിച്ചു, പാത്രം കഴുകി ക്ലാസ്സിലേക്ക് പോകുന്നു. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമ്മളിപ്പം നമ്മുടെ ഹോസ്റ്റലിലോട്ട് തിരിച്ച് പോവാണ്. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അപ്പോൾ ഇത്ര ഉള്ളായിരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അങ്ങ് അടിച്ചടിച്ചടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.